നമ്മളെല്ലാവരും വിദേശ മദ്യത്തോട് വളരെയധികം പ്രണയമുള്ളവരായിരിക്കും. മദ്യപാനം ഇഷ്ടമുള്ള ആളുകൾക്ക് എല്ലാവർക്കും വിദേശ മദ്യങ്ങളോട് ഒരു പ്രണയം ഉണ്ടായിരിക്കും. എല്ലാവരും മദ്യപാനികളാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ പോലും ഇഷ്ടം പോലെ മദ്യം ഇന്ന് നമ്മുടെ വിപണികളിൽ ലഭ്യമാണ്. പഴയ ഒരു തലമുറയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള തലമുറ വളരെയധികം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും മദ്യപിക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ വളർന്നു വരുന്നതെന്നുമാണ് ഒരു അഭിപ്രായം. എന്താണെങ്കിലും മദ്യം ആവശ്യത്തിന് കഴിക്കുന്നത് വലിയ രീതിയിലുള്ള തെറ്റല്ല. കാരണം വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള വിദേശ മദ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വിപണിയിൽ എത്തുന്നുമുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മദ്യങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും എത്തുമ്പോൾ ഇന്ത്യ അടക്കം വലിയ രീതിയിൽ ഈ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സർക്കാരിലേക്ക് കാശെത്തുന്നതും ഒരു പരിധി വരെ ഈ മദ്യത്തിൽ നിന്നുമാണെന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. എന്തായാലും ആവശ്യമനുസരിച്ച് ആവശ്യത്തിന് മാത്രം കുടിക്കുന്നത് നല്ലതായിരിക്കും. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതും വിവിധ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ള ഇല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത കുറച്ച് മദ്യങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും. ഈ ഒരു മദ്യ ശൃംഖലയിൽ തന്നെ വളരെ നല്ലതും മോശവുമായിട്ടുള്ള പല രീതിയിലുള്ള മദ്യങ്ങളുമുണ്ട്. അങ്ങനെ വിദേശ മദ്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിങ്ങൾ അറിയാത്ത ഒരു മദ്യമുണ്ട്. നേപ്പാൾ എന്ന രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അവരുടെ തൊപ്പിയും ഒരു കത്തിയും ഒക്കെ ആയിരിക്കാം. ഗൂർഖ കത്തി എന്നറിയപ്പെടുന്ന കുക്കാരിയാണ് നേപ്പാളികളുടെ അഭിമാന ചിഹ്നങ്ങളിലൊന്നായ ഈ കത്തി. കുക്കാരി എന്ന പേരിൽ കത്തിക്ക് മാത്രമല്ല നേപ്പാളിൽ ഇപ്പോൾ പ്രശസ്തിയുള്ളത്. കുക്കാരി എന്ന ബ്രാൻഡിൽ ഒരു റം കൂടി അവിടെ ലഭിക്കും. നേപ്പാളിൽ ഏറ്റവും പ്രശസ്തമായ മദ്യമാണിത്. ആ രാജ്യത്ത് തന്നെ വിദേശ വിനോദസഞ്ചാരികൾ ഏറെ പ്രിയപ്പെട്ടതും ഈ ബ്രാൻഡ് തന്നെയാണ്. ഇപ്പോഴിതാ കുക്കാരി റം ഇന്ത്യയിലേക്കും എത്തിയിരിക്കുകയാണ്. 1959 3 ബിസിനസ്സുകാർ ചേർന്ന് ആരംഭിച്ച കുക്കാരി അടുത്ത വർഷത്തോടെ മദ്യം ലഭിക്കുന്ന എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ലഭ്യമാക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗോവ എന്നിവിടങ്ങളിലായിരിക്കും കുക്കാരി ലഭ്യമാകുക. അടുത്ത വർഷം ആദ്യത്തോടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഈ ബ്രാൻഡ് ലഭ്യമാകും. കമ്പനി ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മാണശാല ആരംഭിച്ചു കഴിഞ്ഞു. സിക്കിമിലാണ് കുക്കാരിയുടെ ഡിസ്റ്റിലറി ഉള്ളത്. കുക്കാരി എക്സ് റം, കുക്കാരി സ്പെഷ്യൽ റം, കുക്കാരി വൈറ്റ് റം എന്നീ 3 വ്യത്യസ്ത ബ്രാൻഡുകളിലായിരിക്കും ഇന്ത്യയിൽ ഇത് ലഭിക്കുന്നത്. ഗൂർഖ കത്തിയുടെ രൂപത്തിൽ കുപ്പിയിലും ഈ റമ്മ് ഇന്ത്യൻ വിപണിയിൽ ഇറക്കും. 750 മില്ലിക്ക് 1765 രൂപയാണ് മഹാരാഷ്ട്രയിലെ വില. കേരളത്തിലേക്ക് വരുമ്പോൾ ഈ വില വർദ്ധിക്കുമെന്നുള്ളതും തീർച്ചയാണ്. എന്തായാലും നല്ല വീര്യമുള്ള ഒരു മദ്യം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്.